ഹായ് ഹലോ മിഷനി ഹിയർ. അവർ ഓക്കെ ആണോ എന്നൊരു ടോപ്പിക്കിലാണ് നമ്മൾ 6 കാർഡ് എടുത്തിട്ടുള്ളത്. 4 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, മദർ ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, ഫാദർ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, 6 വാൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് അവർ നിങ്ങളെ പറ്റി ഓർക്കുന്നുണ്ടോ, എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അവർ ഓക്കെ ആണോ, അവർ മടങ്ങി വരുമോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇത് കർമ്മയാണോ അല്ലെങ്കിൽ ഇത് മാറുമോ, ഇതിന് ഭാവിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ 6 കാർഡിൽ കൂടി പറയുന്നത്. ഒരു നിലവിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ 4 ഓഫ് വാൻസും മദർ ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അവർ പുറമേക്ക് വളരെയധികം ശാന്തരും പക്വതയുള്ളവരായിട്ട് കാണപ്പെടുന്നു. എന്താ പറയുക, ജീവിതത്തിൽ ഒരു പരിധി വരെ സ്ഥിരത നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിലവിലെ അവസ്ഥയാണ് എങ്കിലും ഒരു തരം വൈകാരികമായിട്ടുള്ളൊരു ഒറ്റപ്പെടൽ അവർ അനുഭവിക്കുന്നുണ്ടാകാം. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾക്കിടയിലും, അതാണ് ഈ മദർ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പഴയ സന്തോഷകരമായ നിമിഷങ്ങളെ കുറിച്ച് 4 ഓഫ് വാൻസ് ആണ് പറയുന്നത്. അവർ ഓർക്കുന്നുണ്ട്, നിലവിൽ അവർ സുരക്ഷിതരാണെങ്കിലും പൂർണ്ണമായിട്ടുള്ളൊരു മനസമാധാനത്തിൽ അല്ല എന്ന് പറയുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, മടങ്ങി വരുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ഹൈ പ്രീസ്റ്റസും അതേപോലെ തന്നെ ഫാദർ ഓഫ് വാൻസും മാറ്റുന്നുണ്ട്. അതെ, അവർ നിങ്ങളെക്കുറിച്ച് തീർച്ചയായും ഓർക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ അത് വെറും ഓർമ്മയല്ല. എന്താ പറയുക, ഹൈ പ്രീസ്റ്റസ് പറയുമ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം ഇപ്പോഴും അവരുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫാദർ ഓഫ് വാൻസ് അവരുടെ എന്താ പറയുക, ഈഗോ, ആത്മവിശ്വാസം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. അവർക്ക് മടങ്ങി വരാനുള്ള താല്പര്യമുണ്ടെങ്കിൽ പോലും അവരുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു വാശി അവരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരെ എന്താ പറയുക, സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയാം. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കർമ്മയാണോ എന്ന് ചോദിച്ചാൽ 10 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു കർമ്മപരമായിട്ടുള്ളൊരു പരീക്ഷണം. 10 ഓഫ് കപ്സ് റിവേഴ്സ് കാണിക്കുന്നത് കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചില തടസ്സങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുണ്ടായ ചില തെറ്റിദ്ധാരണകൾ പരിഹരിക്കാൻ സാധിക്കാതെ പോയതാകാം കാരണം. 6 ഓഫ് വാൻസ് പറയുമ്പോൾ ഈ ഒരു വിഷമഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഒരു വിജയം ഉണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു വേർപിരിയല് നിങ്ങളുടെ 2 പേരുടെയും സ്വന്തം തിരിച്ചറിവിനും പക്വതയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ പറയുമ്പോൾ ആശയവിനിമയമില്ലായ്മ, കാരണം 2 പേരും നിങ്ങളുടെ ഉള്ളിലെ വികാരം പ്രകടിപ്പിക്കാൻ മടിക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഈഗോ, ആര് ആദ്യം സംസാരിക്കും എന്നൊരു ചിന്ത ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാകാം. വൈകാരികമായിട്ടുള്ളൊരു തളർച്ച, കാർഡുകൾ സൂചിപ്പിക്കുന്നത് മനസ്സുകൊണ്ട് 2 പേരും അല്പം തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ഒരു ബന്ധത്തിനാണ് പറയുന്നത്. കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം ഇപ്പോഴും സജീവമാണ് എന്ന് പറയുന്നുണ്ട്. തിരിച്ചു വരവിനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. 6 ഓഫ് വാൻസ് എന്താ പറയുക, വിജയത്തിനെ സൂചിപ്പിക്കുന്നതിനാൽ നമുക്കൊരു റീയൂണിയൻ സാധ്യത കാര്യങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് പരിഹാരങ്ങൾ വേണ്ടത്, നിലവിൽ അവരെ നിർബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്. ഹൈ പ്രീസ്റ്റസ് പറയുന്ന പോലെ എല്ലാ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു കാലത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക എന്നാണ് പറയുന്നത്. സ്വയം മെച്ചപ്പെടുത്തുക ഈ ഒരു സമയം. നിങ്ങളുടെ കരിയറിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പറയുന്നത്. ഫാദർ ഓഫ് വാൻസിന്റെ എനർജി വരുമ്പോൾ നിങ്ങൾ വിജയിക്കുന്നത് കാണുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഒരു ബഹുമാനം വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ വർക്ക് ചെയ്ത് നോക്കാം. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായിട്ട് സങ്കല്പിക്കുക. കാരണം ഇതിനൊരു ഫ്യൂച്ചർ, ഈ ഒരു ബന്ധത്തിന് തീർച്ചയായിട്ടും ഭാവിയുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് അല്പം കൂടി സമയമെടുത്തേക്കാം. 10 ഓഫ് കപ്സ് നേരെ ആവണമെങ്കിൽ, ഈ റിവേഴ്സ് മാറണമെങ്കിൽ 2 പേരും പഴയ കാര്യങ്ങൾ മറന്ന് പുതിയൊരു തുടക്കത്തിന് തയ്യാറാകണം എന്നാണ് കാർഡുകൾ പറയുന്നത്. ഹൈ പ്രീസ്റ്റസും ഈ ഫാദർ ഓഫ് വാൻസും വരുമ്പോൾ 2 വിരുദ്ധമായിട്ടുള്ള എനർജീസ് ആണ്. ഹൈ പ്രീസ്റ്റസ് അവർക്ക് നിങ്ങളോട് വലിയൊരു ആത്മബന്ധം ഉണ്ടെന്നും പല കാര്യങ്ങളും നിങ്ങളോട് പറയണം അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഫാദർ ഓഫ് വാൻസ് വരുമ്പോൾ അവരുടെ ഉള്ളിലെ ഈഗോ അല്ലെങ്കിൽ ഒരു കാർക്കശ്യമായിട്ടുള്ളൊരു സ്വഭാവത്തിനെയാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ ഓർമ്മയുണ്ട്, പക്ഷേ അത് പുറത്ത് കാണിക്കാൻ അവർ തയ്യാറല്ല.
താൻ തോറ്റു കൊടുക്കരുത് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുള്ളതായിട്ടും പറയുന്നുണ്ട്. ഇത് ഒരു കാർമിക് സൈക്കിളായിരിക്കാം. കാരണം മുമ്പ് നടന്ന ചില കാര്യങ്ങൾ, അത് കുടുംബപരമായതോ അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു വിശ്വാസക്കുറവോ ആവാം, അത് പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. കാരണം ആ ഒരു പാഠം പഠിച്ചു തീരുന്നത് വരെ ഈ ഒരു അകൽച്ച തുടരുന്നുണ്ടാകാം. പക്ഷെ അത് ശാശ്വതമായിട്ടുള്ള ഒന്നല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 6 വൺസ് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷമുള്ള ഒരു വിജയത്തിനെയാണ് ആ കാർഡ് പറയുന്നത്. അവര് ഒരു റീയൂണിയൻ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 80-90% സാധ്യതകൾ കാർഡുകളിൽ പറയുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. നിങ്ങൾ രണ്ടുപേരും തനിച്ചായിരിക്കുന്ന ഈ ഒരു സമയം നിങ്ങളുടെ നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഈ ഒരു ബന്ധത്തിൽ അത് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. കാരണം ഇതിലെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ മദർ ഓഫ് പെന്റിക്കിൾ ഉണ്ട്. അവർക്ക് നിങ്ങളുടെ ആഴത്തിലുള്ള ഒരു ബഹുമാനവും കരുതലും എപ്പോഴും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. 6 ഓഫ് വാൻസ് വരുമ്പോൾ നല്ല മാറ്റങ്ങളെ ഒത്തുചേരലിനെയും പറയുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള ഒരു അകൽച്ച ഉണ്ടെങ്കിലും ഒരു മാനസികമായിട്ട് നിങ്ങൾ എപ്പോഴും കണക്റ്റഡ് ആണ്. ഒരു ആത്മബന്ധം നിങ്ങളുടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. നെഗറ്റീവ് വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ആശയവിനിമയ തടസ്സമാണ്. ഹൈ പ്രീസ്റ്റസ് ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളും അവർ ഉള്ളിൽ ഒതുക്കുന്നുണ്ടാകാം, തുറന്നു പറയുന്നുണ്ടാകില്ല. പിന്നെ ഈഗോ, ഫാദർ ഓഫ് വാൻസ് വരുന്ന കാരണം അവർ ആദ്യം ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ വേണ്ടി മടിക്കുന്നു. പിന്നെ ഈ അസംതൃപ്തിയായിട്ട് വരുന്നത് അത് 10 ഓഫ് കപ്സ് റിവേഴ്സ് ആണല്ലോ. നിലവിലെ സാഹചര്യത്തിൽ അവർ പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷത്തിലല്ല എന്നാണ് കാണിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് ഈ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാർഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ മെഡിറ്റേഷൻ ചെയ്തു നോക്കാം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കയ്യിലെടുത്ത് നിങ്ങളുടെ ബന്ധത്തിലെ തടസ്സങ്ങൾ മാറുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, ഒരു അഫർമേഷൻ അവിടെ പറയാം. ശേഷം ആ വെള്ളം കുടിക്കുമ്പോൾ അത് നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷനെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫാദർ ഓഫ് വാൻസ് അഗ്നിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൂലകമാണ്. അവരുടെ ഉള്ളിലെ ദേഷ്യവും വാശിയും അത്തരം കാര്യങ്ങൾ മാറാൻ വേണ്ടി വെളുത്ത മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നു. പിന്നെ സെൽഫ് ഫോക്കസ് ആണ്. നിലവിലെ അവരെ മെസ്സേജ് അയച്ചോ മറ്റോ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ അത് എന്താണോ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ആകർഷണം സ്വാഭാവികമായിട്ടും കൂടും എന്ന് പറയുന്നുണ്ട്. അവർ ഓക്കെയാണ്, പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷത്തിലല്ല. ഓക്കെ, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം കർമ്മപരമായിട്ടുള്ള ഒരു പരീക്ഷണമായിരിക്കാം. നിങ്ങൾ എന്താ പറയുക, ക്ഷമയോടെ ഇരിക്കുകയാണെങ്കിൽ ഈ 6 ഓഫ് വാൻസ് സൂചിപ്പിക്കുന്ന പോലെ ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തി അവരുടെ ജീവിതത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് എന്നാണ് പറയുന്നത്. അവര് സുരക്ഷിതരാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. പണം, കരിയർ, കുടുംബം, അങ്ങനെ അത്തരം കാര്യങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടാകാം. എങ്കിലും അവർക്ക് നിങ്ങളോടുള്ള ഒരു കരുതൽ ഉള്ളിൽ ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്. പറഞ്ഞ പോലെ അധികാരം, വാശി, പുറമേക്ക് ഞാൻ ഹാപ്പിയാണ്, എനിക്ക് കുഴപ്പമില്ല എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിച്ചാൽ താൻ വീണു പോകുമോ എന്നൊരു ഭയം ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാകാം. നമ്മളീ പറഞ്ഞ പോലെ തന്നെ അവർ നിങ്ങളെ ഒരുപാട് സ്വപ്നങ്ങളിൽ നിങ്ങൾ വരുന്നുണ്ടാകാം. നിങ്ങളായിട്ടൊരു സോൾ കണക്ഷൻ അവർക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടാകാം. വളരെയധികം മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവരത് രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതായിട്ടാണ് പറയുന്നത്. കാരണം ഈ ഒരു ബന്ധത്തില് പെട്ടെന്നുണ്ടായ ഒരു തകർച്ച ഒരു പാഠമായിരുന്നു എന്നാണ് പറയുന്നത്. സന്തോഷം പെട്ടെന്ന് നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നാം. കാരണം ഇതൊരു സംഭവിക്കാൻ കാരണം ഒരുപക്ഷെ നിങ്ങളിൽ ഒരാളുടെ അല്ലെങ്കിൽ രണ്ടുപേരുടെ ഈഗോ, തെറ്റിദ്ധാരണ, ഇത് എന്തെങ്കിലും ആകാം എന്ന് 10 ഓഫ് കപ്സ് റിവേഴ്സ് പറയുന്നുണ്ട്. കാരണം ഇതൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് ഒന്നിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു ചക്രം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടുതൽ പക്വതയുള്ളവരാകും എന്നാണ് പറയുന്നത്. നിലവിലുള്ള ഈ ഒരു മോശം അവസ്ഥ മാറും എന്ന് പറയുന്നു. ആശയവിനിമയം പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന ഒരവസ്ഥ, വാശിയും ഈഗോയും അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കാനാവില്ല എന്ന് പറഞ്ഞത്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആത്മബന്ധം വളരെയധികം ശക്തമാണ്. നിങ്ങളോടുള്ള ബഹുമാനവും കരുതലും ഉള്ളിലുണ്ട്. അവസാനം വിജയം നിങ്ങളുടേതായിരിക്കും എന്നാണ് കാർഡുകൾ പറയുന്നത്. പ്രകൃതിയായിട്ട് അടുത്ത് നിൽക്കുന്നത് നല്ലതാണ്. ചെടികൾ നനയ്ക്കുന്നതോ മണ്ണിൽ നടക്കുന്നതോ ഒക്കെ എന്താ പറയുക, നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൂട്ടും എന്ന് പറയുന്നു. അത് ടെലിപ്പതിക്കായിട്ട് അവരിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്.
മൗനം പാലിക്കാൻ പറയുന്നുണ്ട്. കാരണം അവരെ ഓവറായിട്ട് അങ്ങോട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് നിർത്തുക എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഒരു മൗനമായിരിക്കാം ഒരുപക്ഷെ അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യെല്ലോ കളറ്, അത് വിജയത്തിൻ്റെയാണ്. 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു മഞ്ഞ നിറത്തിലുള്ള വസ്തുവോ തൂവാലയോ അങ്ങനെ എന്തെങ്കിലും കരുതുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നൽകും എന്ന് പറയുന്നുണ്ട്. ഈ ബന്ധത്തിന് തീർച്ചയായിട്ടും ഭാവിയുണ്ട്. അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്, അവർ ഓക്കെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു ഈഗോ, ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെയൊക്കെ ഒരു സമയത്തായിരിക്കാം ഒരു കാർമിക് സൈക്കിളുകൾ അല്പം കൂടി മാറാനുണ്ടാകാം. അല്പം കൂടി ക്ഷമ കാണിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരുടെ അടുത്ത സർക്കിളുകളിലോ മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാകാം. കാരണം അവർക്ക് നിങ്ങളെ സമീപിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിലും നിലവിലെ അവരുടെ സാഹചര്യങ്ങൾ അതിന് അനുവദിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഒരു തരം എന്താ പറയുക വിഷാദമാണ്. നിങ്ങൾ തമ്മിലുള്ള പഴയ സന്തോഷ നിമിഷങ്ങൾ ഒരു സ്വപ്നം പോലെ അവർ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടാകാം. കാരണം ഇത് ഒരു സാധാരണ പ്രണയ തകർച്ചയല്ല പറയുന്നത്, ഒരു കാർമിക് ഡെപ്റ്റാണ്. 6 ഓഫ് വാൻസും 10 ഓഫ് കപ്പ് റിവേഴ്സും കൂടി വരുമ്പോൾ മുമ്പ് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള തർക്കങ്ങളോ ഈഗോയോ ഒരു പാഠമായി തീരാറുണ്ട്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു അകൽച്ച അത് നിങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു കാലയളവിൽ നിങ്ങൾ സ്വയം എത്രത്തോളം മെച്ചപ്പെടുന്നുവോ അത്രത്തോളം ഈ കർമ്മഫലം മാറി വരും എന്നാണ് പറയുന്നത്. കാരണം അവരുടെ പുറം ലോകം എന്ന് പറയുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു ഊർജം എന്ന് പറയുമ്പോൾ അവർ ജോലിയിൽ തിരക്കുള്ളവരായും അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കാം പെരുമാറുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്കൊരു മാസ്ക് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. അത് അവരുടെ ഒരു ഉള്ളോകം നോക്കുമ്പോൾ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം സോഫ്റ്റാണ്. അവർക്ക് പഴയ സുരക്ഷിതത്വം ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ അവർ പുറമേക്ക് കാണിക്കുന്ന ആത്മവിശ്വാസം വെറും അഭിനയമാണ്. ഉള്ളിൽ അവർ വലിയൊരു ശൂന്യത അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു പഴയ സുരക്ഷിതത്വം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാറ്റം വരാൻ എന്നും പറഞ്ഞാൽ വരും ആഴ്ചകളിൽ 6 ഓഫ് വാൻസ് വരുന്നതുകൊണ്ട് 6 എന്നൊരക്കം വരുന്ന ദിവസങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളോ മെസ്സേജുകളോ പ്രതീക്ഷിക്കാം. അവർ മടങ്ങി വരുമോ എന്നൊരു ചോദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും വരും. പക്ഷേ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല. വളരെ പക്കമായിട്ടുള്ള ഒരു സമീപനമായിരിക്കും അവരുടെ ഇതെന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ അവരെ മിസ് ചെയ്യുന്ന സമയത്ത് വിഷമിക്കുന്നതിന് പകരം അവരെവിടെ ഇരുന്നാലും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് മനസ്സാൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജി അവരിലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. രാത്രിയിൽ ഒരു വെളുത്ത മെഴുകുതിരി കത്തിച്ചു വെച്ച് നിങ്ങളുടെ ബന്ധത്തിലെ തടസ്സങ്ങൾ അതിൽ കത്തി അവസാനിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നത് നല്ലതാണ്. വാൻസിന്റെ എനർജി ബാലൻസ് ചെയ്യാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും മുഴുകുക. കാരണം നിങ്ങളുടെ ഒരു എനർജി മാറ്റുമ്പോൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ മറുപടി കിട്ടി. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. അതുപോലെ തന്നെ എന്ത് റീഡിംഗ് എടുത്താലും നെഗറ്റീവും പോസിറ്റീവും അറിയാൻ വേണ്ടി ശ്രമിക്കുക. റിവേഴ്സ് കാർഡുകളും എല്ലാം അറിയാൻ ശ്രമിക്കുക. നമ്മൾ റീഡിംഗ് ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർ മാത്രം വരിക. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ, ടംബിൾ സ്റ്റോൺസ് എല്ലാം കൊടുക്കുന്നുണ്ട്, റോസ് കോഴ്സിൻ്റെ ഒക്കെ ആയിട്ട്. പിന്നെ വണ്ണം കുറയ്ക്കാൻ, വണ്ണം കൂട്ടാൻ, പ്രണയം അട്രാക്റ്റ് ചെയ്യാൻ, പണം അട്രാക്റ്റ് ചെയ്യാൻ, കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് ഇല്ലാതെയാക്കാൻ, വിദ്യാഭ്യാസപരമായിട്ട് അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി. ഇതൊക്കെ വിശ്വാസമുള്ളവർ മാത്രം ഉപയോഗിച്ചാലാണ് കാര്യമുള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ അതിനും കോൺടാക്ട് ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പറയാം. നമ്മുടെ റീഡിങ് അങ്ങനെ സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം, ഗൈഡൻസ് തരില്ല. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാൻ.